നമസ്കാരം മക്കളെ, സുഹൃത്ത് സാറാണ്. നമ്മളിപ്പോ 10ാം ക്ലാസ്സിലേക്ക് കയറുന്ന കുട്ടികൾ, മീൻസ് സ്റ്റേറ്റ് ആണെങ്കിലും CBSE ആണെങ്കിലും, മാത്സ് എന്ന് പറയുമ്പോൾ വളരെ പേടിച്ചാണ് അതിനെ നിങ്ങൾ കാണുന്നത്. അതിന്റെ കാരണം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കുട്ടികൾക്ക് പ്രത്യേകിച്ച് അറിയില്ല. അതിന്റെ കാരണം എന്താ, ഞാൻ ഈ ഇത്രയും പഠിച്ചിട്ട് ഇവരിൽ നിന്ന് മാർഗൊന്ന് ഇത്തിരി കിട്ടാൻ എന്തുമാത്രം പ്രയാസപ്പെടുന്നു അല്ലേ? അപ്പൊ അതിനൊക്കെയുള്ള പരിഹാരം നമുക്ക് ഉണ്ട്, മീൻസ് സൊല്യൂഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ അതിന് ചെറിയൊരു വർക്ക് ഉണ്ടല്ലോ. ഏത് കാര്യം സക്സസ് ആവണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു വർക്ക് ഉണ്ടാവണം. ആ വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവനെ നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ചുമ്മാതിരുന്ന് ഒരു പണിയും നടക്കത്തില്ല. അങ്ങനെ നമുക്ക് ചെയ്യാനല്ലല്ലോ നമ്മൾ ഉദ്ദേശിച്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞ് ചെയ്താൽ അത് സിമ്പിൾ ആയിട്ട് നമ്മളിൽ എത്തിച്ചേരും. മാത്സ് എന്ന് പറഞ്ഞാൽ പവർഫുൾ സബ്ജക്റ്റ് ആണ് എല്ലാ സബ്ജക്ട്സിനെ നോക്കുമ്പോൾ. നിങ്ങൾക്കറിയാം, പിന്നെ ഇപ്പൊ +1 ആണെങ്കിൽ പോലും സാധാരണ ഇപ്പൊ നമുക്ക് സയൻസും കമ്പ്യൂട്ടർ സയൻസിനും മാത്രമേ ഉള്ളായിരുന്നു, ബയോളജി സയൻസിനും കമ്പ്യൂട്ടർ സയൻസിനും മാത്രമേ ഉള്ളായിരുന്നു മാത്സ് പഠിക്കാനുള്ളത്. ഇപ്പൊ അങ്ങനെയല്ല, ഹ്യൂമാനിറ്റീസിൽ വരെ നമുക്ക് മാത്സ് പഠിക്കാനുള്ള ഓപ്ഷൻ കൊടുത്തേക്കുക. അപ്പൊ അതൊരു ചെറിയ കാര്യമില്ല. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് മാത്സ് അവിടെ നിങ്ങൾ പ്രത്യേകിച്ച് കാണുക. അപ്പൊ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു ക്ലാസ്സുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എല്ലാവരും ഷെയർ ചെയ്ത്, കാരണം ഇത് പ്രയോജനമുള്ള ഒരു ക്ലാസ് ആണ് തോന്നിയാൽ മാത്രം, ഇല്ലെങ്കിൽ വിട്ടേര് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും, നമുക്ക് അറിയാൻ എല്ലാവർക്കും സമയമില്ല. അപ്പൊ ഇത്തിരി ഇരുന്ന് കാണുമ്പോൾ അതിനൊരു പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ടൈമിനൊരു വാല്യൂ ഉള്ളൂ, ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട്, കൂട്ടുകാർക്ക് എല്ലാം ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട്, മീൻസ് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയാണെന്ന് പറയാൻ പറ്റുന്ന രീതിക്കുള്ള ക്ലാസ്സുകളും അതിന്റെ ക്വസ്റ്റ്യൻസുകൾ നല്ല അടിപൊളി ലെവലിലുള്ള ക്വസ്റ്റ്യൻസുകളും ഏറ്റവും സിമ്പിൾ മെത്തേഡ്സും ട്രിക്സുകളെല്ലാം വേണ്ടതില്ല അടിപൊളിയായിട്ട് തന്ന്, ഇപ്പൊ നമുക്ക് CBSEക്ക് ആണെങ്കിൽ ഒത്തിരി MCQ ട്രിക്സുകളൊക്കെ ഉണ്ട്. അവനെ എല്ലാം അതേപടി തന്നാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അതുപോലെ നമ്മുടെ കേരളയിലാണെങ്കിൽ SSLCക്ക് ആണെങ്കിൽ അതേപോലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്. അവനെയൊക്കെ നമുക്ക് ഏറ്റവും നല്ല കീറി മുറിച്ച് പ്രോബ്ലംസുകളെല്ലാം സിമ്പിൾ ആക്കി നിങ്ങളുടെ കയ്യിലോട്ട് എത്തിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താഴെ തന്നിട്ടുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചും കൂടെ സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ ഇന്ന് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. A+B² എല്ലാവർക്കും ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം സാറേ, എനിക്കറിയാം എന്താണ് ഇതിന് കുഴപ്പം. A+B² എന്ന് ചോദിച്ചാൽ A² + 2AB + B². ഇത് അറിയാൻ വയ്യാത്തവരായിട്ട് വളരെ കുറവായിരിക്കാം. ഇനി കുറച്ച് പേര് കാണും അറിയാൻ വയ്യാത്തവര്. നമുക്ക് ഇത് പഠിച്ചിരിക്കുക എന്നുള്ളതല്ല, ഇവനെ ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് കാര്യം. അല്ലാതെ ഒരു ടൂള് വാങ്ങിച്ച് വീട്ടിൽ വെക്കുക എന്നുള്ളതല്ല, ആ ടൂള് ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അതിലും വലിയ കാര്യം. അപ്പോൾ നമുക്ക് ഈ റിസൾട്ടിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകളെ അങ്ങോട്ട് പരിചയപ്പെടുത്തുക. നമ്മൾ ആദ്യം ഇതിനെ വളരെ സ്ലോയിൽ ചെയ്ത് നിങ്ങളെ കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഒറ്റ സ്റ്റെപ്പ് ചെയ്യുന്ന രീതിയിൽ എത്തിക്കും. അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ എല്ലാവരും A+B² എന്ന് പഠിച്ച് A² + 2AB + B². എന്താണ് A² + 2AB + B²? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. A+B² എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഈ Aയും Bയും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ പണി. അപ്പൊ Aയും Bയും മാറുന്നതിനനുസരിച്ച് ഇവിടുത്തെ Aയുടെയും Bയുടെയും പ്ലേസിലോട്ട് മാറുന്ന ആളെ അങ്ങോട്ട് പ്രതിഷ്ഠിക്കുക, അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. അത്രേ ഉള്ളൂ കേട്ടോ. നോക്കിയോ, ചെറിയൊരു ക്വസ്റ്റ്യൻ. ഇപ്പൊ X + 3² X + 3² എന്ന് പറയുമ്പോൾ Aയുടെ സ്ഥാനത്ത് X, Bയുടെ സ്ഥാനത്ത് 3. അത്രേ ഉള്ളൂ. ഇവിടുത്തെ A കാണുന്നിടത്തെല്ലാം X എന്ന് കൊടുക്കുക, B കാണുന്നിടത്തെല്ലാം 3 എന്ന് കൊടുക്കുക. അത്രേ ഉള്ളൂ മക്കളെ. അപ്പൊ A² എന്ന് പറയുമ്പോൾ ആരാകും? X² + 2AB എന്ന് പറഞ്ഞാൽ ഈ 2 × ഈ A × B, ഈ കാണുന്ന 3 പേരെയും കൂടെ ഇൻറ്റു ചെയ്യുന്നതാണ് രണ്ടാമത്തെ ടൈം. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ ടൈമിന് എളുപ്പം കിട്ടും. ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ കിടക്കുന്ന ആൾക്ക് സ്ക്വയർ കൊടുക്കുക. ഓക്കെ, രണ്ടാമത്തെ ടൈം എഴുതുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന 2ഉം ഈ Aയും Bയും, അപ്പൊ ഇവിടെ കാണുന്ന ആരൊക്കെ? 2ഉം Xഉം 3ഉം എല്ലാം കൂടി ഇൻറ്റു ചെയ്യണം പോലെ. ദാറ്റ് ഈസ് 2 × X × 3 പ്ലസ് Bക്ക് സ്ക്വയർ. ഇവിടെ ഇപ്പൊ 3ക്ക് സ്ക്വയർ. അത്രേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. X² + 2 × X × 3 + 3². വാട്ട് ഈസ് X²? ഒന്നും ചെയ്യാനില്ല, X² തന്നെ. അടുത്ത് നോക്കിക്കപ്പോ 2x 3, അവിടെ നമ്പറുകൾ ആരൊക്കെ? 2 3 2 3 കൂടി ഇൻറ്റു ചെയ്താൽ 2 × 3 6, X ചേർക്കുമ്പോൾ 6x. അത്രേ ഉള്ളൂ. പ്ലസ് 3ന്റെ സ്ക്വയർ എത്ര പോലെ? 9. അപ്പൊ നമുക്ക് 2 സ്റ്റെപ്പ് വേണ്ടി വന്നു അല്ലേ? മാക്സിമം ഇതിന് 2 സ്റ്റെപ്പിന്റെ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ അങ്ങനെയല്ല, ഒറ്റ സ്റ്റെപ്പ് തീർക്കാനും പഠിക്കണം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇപ്പൊ ചെയ്യുമ്പോൾ ഇങ്ങനെ 2-3 സ്റ്റെപ്പ് നമുക്ക് ചെയ്തൊക്കെ തീർക്കാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ X + 5² X + 5² എന്ന് പറയുമ്പോൾ അപ്പൊ ഒന്ന് പറഞ്ഞാട്ട് മനസ്സിലായില്ല, മനസ്സിലൊന്ന് പറഞ്ഞു കേട്ടോ. മനസ്സിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം മനസ്സിൽ പറഞ്ഞു. അപ്പൊ എങ്ങനെ പറയാ? ഫസ്റ്റ് ടൈം X²
സെക്കൻഡ് ടൈം എത്ര മോനെ? ഈ 2 ഈ എക്സ് ഈ 5 എല്ലാം കൂടി ഇൻറ്റു ഇങ്ങനെ ഇടണം. 2 ഇൻറ്റു ഈ 2 കേട്ടോ, ഇൻറ്റു ഈ എക്സ് ഇൻറ്റു പിന്നെ എത്ര മോനെ? ഈ 5. അത്രേ ഉള്ളൂ. പിന്നെ 5ന്റെ സ്ക്വയർ ചുമ്മാ അങ്ങോട്ട് എഴുതണം. അത്രേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് എക്സ് സ്ക്വയർ സെയിം. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഈ രണ്ടാമത്തെ ടൈമിൽ കുറച്ച് ആൾക്കാർ കൂടുതൽ. അപ്പൊ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് അറിയോ? നമ്പറുകളെല്ലാം ഇങ്ങോട്ട് എടുക്കണം. ആരൊക്കെയാണ് അവിടുത്തെ ഉപയോഗിച്ചിരുന്ന നമ്പറുകൾ? 2ഉം 5ഉം. അത് മീൻ ചെയ്യുമ്പോൾ 10. അതിനുള്ള വേരിയബിളിൽ എക്സിനെ ചേർത്തു. അത്രേ ഉള്ളൂ. പ്ലസ് 5ന്റെ സ്ക്വയർ എത്ര പോലെ? 25. അയ്യോടെ പ്രോബ്ലം കഴിഞ്ഞല്ലോ. ഇത്രേ ഉള്ളായിരുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്കൊരു ചെറിയൊരു വ്യത്യാസം. 3x + 1 the whole square. 3x + 1 the whole square. നമുക്ക് തന്നെ ഇനി നമ്മളങ്ങോട്ട് ഓരോ വെച്ചടി മുന്നോട്ട് പോയില്ലയോ? എത്ര വേണമെങ്കിലും തന്നോ നമ്മളത് ചെയ്ത് കാണിക്കാം. അങ്ങനെ രീതിയിൽ കൂടെ എത്തണം കേട്ടോ. അപ്പൊ ഇവിടുത്തെ എയുടെ സ്ഥാനത്ത് ഇവിടെ 3x ആ, ബിയുടെ സ്ഥാനത്ത് 1. അപ്പൊ a സ്ക്വയർ എന്ന് പറയുമ്പോൾ 3xന്റെ സ്ക്വയർ കൊടുക്കുമ്പോൾ ബ്രാക്കറ്റ് കൊടുക്കണം. അങ്ങനെ ഇവിടെ പക്ഷെ ബ്രാക്കറ്റ് കൊടുത്തോ? കാരണം ഒറ്റ ഒരാളേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ 2 പേരുണ്ടാവും. ആദ്യത്തെ ടൈമിൽ 2 ആൾക്കാരാ. അപ്പൊ അതിന് സ്ക്വയർ കൊടുക്കുമ്പോൾ 2 പേർക്കും സ്ക്വയർ പറയണമെന്ന് അറിയാൻ ബ്രാക്കറ്റ് കൊടുക്കും. അത്രേ ഉള്ളൂ. പ്ലസ് രണ്ടാമത്തെ ടൈം തുടങ്ങുന്ന എന്തിനാ? 2 ഈ 2 പിന്നെ ഈ 3x പിന്നെ 1 രണ്ടും എല്ലാം കൂടി 2 ഇൻറ്റു 3x ഇൻറ്റു 1 പ്ലസ് 1ന്റെ സ്ക്വയർ. അത്രേ ഉള്ളൂ. അപ്പൊ 3xന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3x ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് 3x the whole square? ദാറ്റ് ഈസ് 9x സ്ക്വയർ. കാരണം 3ക്കും സ്ക്വയർ എക്സിന് സ്ക്വയർ. 3യുടെ സ്ക്വയർ എത്ര മോനെ? 3ന്റെ സ്ക്വയർ 9 അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ നോക്കിക്കേ 2 ഇൻറ്റു 3x ഇൻറ്റു 1 2 ഇൻറ്റു 3 6 6 ഇൻറ്റു 1 6 എക്സ്. അപ്പൊ രണ്ടാമത്തെ ടൈം 6x. ലാസ്റ്റ് ടൈം ഈസ് 1 സ്ക്വയർ ഈസ് സെയിം ആസ് 1. ഓക്കെ, അതും കഴിഞ്ഞല്ലോ. വളരെ ഈസി ആയിട്ട് കഴിഞ്ഞില്ലയോ? വളരെ സിമ്പിൾ ആയി നോക്കി കഴിഞ്ഞു. വളരെ ഈസി ഇതെല്ലാം ചെയ്യാൻ എനിക്ക് തോന്നുന്നു. ഇപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുണ്ട്. ലോജിക്ക് കിട്ടി, വഴി കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത ടൈം നോക്കിക്കേ. 4x + 3y the whole square. 4x + 3y the whole square. പ്രശ്നമൊന്നുമില്ല. ഇവിടെ എയുടെ സ്ഥാനത്ത് 4x, ബിയുടെ സ്ഥാനത്ത് 3y. അത്രേ ഉള്ളൂ. അപ്പൊ ആൻസർ എങ്ങനെ വരും? 4x + 3y the whole square a സ്ക്വയർ എന്ന് പറയുമ്പോൾ 4xന്റെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ ടൈം ശ്രദ്ധിക്കണം. ഈ 2 ഈ 4x ഈ 3y മൂന്നൂടെ ഇൻറ്റു ചെയ്യണം. ദാറ്റ് ഈസ് 2 ഇൻറ്റു 4x ഇൻറ്റു 3y. അത്രേ ഉള്ളൂ. 2 ഇൻറ്റു 4x ഇൻറ്റു 3y 2 ഇൻറ്റു a ഇൻറ്റു b 2 ഇൻറ്റു a ഇൻറ്റു b. അത്രേ ഉള്ളൂ. ആ ഫോർമാറ്റ് നമ്മൾ പോവാ. പ്ലസ് 3yക്ക് ഒരു ബ്രാക്കറ്റ് കൊടുത്ത് സ്ക്വയർ. എന്തുകൊണ്ടാണ് ബ്രാക്കറ്റ് കൊടുക്കാനുള്ള കാരണം? ഇവിടെ 3 പേരുണ്ട്, 2 പേരുണ്ട്. 3y 2 പേരുണ്ടെങ്കിൽ പിന്നെ ഉറപ്പായിട്ട് സ്ക്വയർ കൊടുക്കണം. ഓക്കെ, ഒരാളാണെങ്കിൽ വേണ്ട കേട്ടോ, സ്ക്വയർ ബ്രാക്കറ്റ് ഒന്നുമില്ല. പക്ഷെ ഇവിടെ ബ്രാക്കറ്റ് ഉറപ്പായിട്ട് കൊടുക്കണം 2 പേരുള്ളതുകൊണ്ട്. ആൻസർ എഴുതുമ്പോൾ 4x സ്ക്വയർ എത്ര? 4x സ്ക്വയർ ഇപ്പൊ മനസ്സിൽ വന്നാണ് 16x സ്ക്വയർ 16x സ്ക്വയർ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇപ്പൊ 16x സ്ക്വയർ പ്ലസ് അടുത്ത ടൈം ഒന്ന് വായിച്ചേ മോനെ. 2 ഉണ്ട്, 4x ഉണ്ട്, 3y ഉണ്ട്. 2 ഉണ്ട്, 4x ഉണ്ട്, 3y ഉണ്ട്. അവിടുത്തെ നമ്പേഴ്സുകൾ ആരൊക്കെയാ? നമ്പേഴ്സുകൾ 2 ഉണ്ട്, പിന്നെ അടുത്ത 4. അപ്പൊ 2 ഇൻറ്റു 4 8. അടുത്തത് ഇൻറ്റു 3. അപ്പൊ 2 ഇൻറ്റു 4 8 8 ഇൻറ്റു 3 24xy. അത്രേ ഉള്ളൂ. 24xy പ്ലസ് 3y the whole square 9y square. അത്രേ ഉള്ളൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പണിയാണെന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലയോ? ഇവനെ അറിയാൻ വയ്യാതെ നമ്മൾ ക്ലാസ് ചെന്ന് ടീച്ചർമാർ ചെയ്യുന്ന കണ്ടിട്ട് ടീച്ചറിനെയും ചീത്ത വിളിച്ച് നമ്മളെയും ടീച്ചർ തല്ലി ആകെ പ്രശ്നമായി. എന്തിനാ ഇതിന് പോകുന്നത്? ഇല്ലേ, പിന്നെ ഒരു പേരൻസ് മീറ്റിംഗ് എത്തും, അവിടെ വെച്ച് കാശവിഷയായി പ്രോബ്ലമായി എന്തൊരു വിഷമത്തിനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക. നമ്മളൊരു ചെറിയ പണി ചെയ്താൽ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാറാം. അടിപൊളിയായിട്ട് എല്ലാവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാം. മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവൻ സൂപ്പർ ആണെന്ന് എല്ലായിടത്തും ചെന്ന് പറയും. എല്ലാവരും പറയും, നീ മാത്സ് അറിയാമോ? ഓക്കെ വാടാ എന്നുള്ള ഒരു രീതി കിട്ടും. അതൊരു സന്തോഷം തന്നെയല്ലേ? അതൊരു അംഗീകാരം തന്നെയാണ്. ഓക്കെ, എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കണം. നെക്സ്റ്റ് നമുക്ക് മറ്റൊന്ന് ചെയ്യാം. 5x + 2yz ഹോൾ സ്ക്വയർ ഉണ്ടോ? 5x + 2yz the whole square. 5x + 2yz the whole square ആണെങ്കിലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണെങ്കിലും നമ്മൾ ചെയ്തിരിക്കും അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ 5x + 2yz the whole square എന്ന് പറയുമ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാ മോനെ? 5x കേട്ടോ. എയുടെ സ്ഥാനത്ത് 5x, ബിയുടെ സ്ഥാനത്ത് 2yz. അത് നമുക്കൊന്നും ഇവിടെ പ്രശ്നമൊന്നുമില്ല. ആര് വന്നാലും നമുക്ക് പ്രശ്നമില്ല. എനിക്ക് ലോജിക്ക് അറിയാം, വഴി അറിയാം. ഓക്കെ, അപ്പൊ a സ്ക്വയർ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇവിടെ ആരാ മോനെ പറയേണ്ടത്?
5x സ്ക്വയർ, അതൊരു ബ്രാക്കറ്റ് കൊടുക്കണം. രണ്ടാമത്തെ ടൈം ഇനി എന്തായിരിക്കും? രണ്ടാമത്തെ ടൈം എന്താന്നാ പറഞ്ഞത്? ഈ 2 ഇവിടുത്തെ a ഇവിടുത്തെ b ആണല്ലോ. അപ്പൊ ഇവിടുത്തെ 2 ഇവിടുത്തെ 5x ഇവിടുത്തെ 2yz. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ടൈം 2 ഇൻറ്റു ഈ 2 ഇൻറ്റു അപ്പൊ കൊണ്ടോ രണ്ടാമത്തെ ടൈം എപ്പോഴും പവർ 2 ഇൻറ്റു ഇവിടുത്തെ ആരാ പോലെ 5x 5x പിന്നെ എത്ര പോലെ 2yz പ്ലസ് മൂന്നാമത്തെ ടൈം 2yz എന്ത് കൊടുക്കണം മോനെ? സ്ക്വയർ. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ആണല്ലോ. ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5x സ്ക്വയർ 5x സ്ക്വയർ എന്ന് പറയുമ്പോൾ 5നും സ്ക്വയർ എക്സിനും സ്ക്വയർ 25x സ്ക്വയർ, അത്രേ ഉള്ളൂ. 25x സ്ക്വയർ. എന്ത് ചെയ്യല്ലേ? രണ്ടാമത്തെ ടൈം എല്ലാവരും ഒന്ന് നോക്കിയിട്ടൊന്ന് പറയാൻ നോക്കിക്കേ. രണ്ടാമത്തെ ടൈം ആര് വരുമെന്ന്? രണ്ടാമത്തെ ടൈം 2 ഉണ്ട്, 5 ഉണ്ട്, 2 ഉണ്ട് നമ്പർ ആയിട്ട്. എല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ടൈമിനെ വേരിയബിളിൽ മാറ്റിയിട്ട് വേരിയബിളിൽ എല്ലാം മാറ്റിയിട്ട് നമ്പറുകളെല്ലാം കൂടി ഇൻറ്റു ചെയ്ത് ഒറ്റ ടൈം ആക്കണം. അപ്പം 2 × 5 10, 10 × 2 20. ഓക്കെ ആണല്ലോ. ഇവിടെ x ഉണ്ട്, ഇവിടെ y ഉണ്ട്, ഇവിടെ z ഉണ്ട്. അപ്പൊ x y z അത്രേ ഉള്ളൂ. പ്ലസ് 2yz ഹോൾ സ്ക്വയർ, 2 ന് സ്ക്വയർ, y ക്ക് സ്ക്വയർ, z സ്ക്വയർ, 4 5 സ്ക്വയർ, z സ്ക്വയർ, അത്രേ ഉള്ളൂ കേട്ടോ. ആൻസർ എത്ര കിട്ടി? 25x സ്ക്വയർ പ്ലസ് 20xyz പ്ലസ് 4y സ്ക്വയർ z സ്ക്വയർ. ഓക്കെ, 2 ന്റെ സ്ക്വയർ ആയി, y യുടെ സ്ക്വയർ ആയി, z സ്ക്വയർ ആയി, പ്രോബ്ലം തീർന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടോ? നിങ്ങൾ അപ്പോൾ ഇനി എവിടെ ചെന്നിട്ട് ഒരു a പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ ഒരു ക്വസ്റ്റൻ കണ്ടാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതെങ്ങനെ തിരിച്ചറിഞ്ഞ a പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണെന്ന്? ബ്രാക്കറ്റ്, അതിനുള്ള 2 പേർ, ഇടയ്ക്ക് പ്ലസ്. ഓക്കെ, അത്ര ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കിക്കേ. എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ. ഈടാ ബ്രാക്കറ്റ് റാഷന് പ്രശ്നം ഒന്നുമില്ല. എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ ഒന്ന് നമ്മൾ ചെയ്തിരിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ അപ്പൊ ഇവിടുത്തെ എയുടെ സ്ഥാനത്ത് ആരാ മോനെ? എക്സ് ആണ് അല്ലെ. ബിയുടെ സ്ഥാനത്ത് ആരാണ്? 1/x. അതിനെന്താ നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യത്തെ ടൈം ആരാ മോനെ? എക്സ് സ്ക്വയർ. ശരിയല്ലേ? ഫസ്റ്റ് ടൈം എക്സ് ആയതുകൊണ്ട് സ്ക്വയർ. രണ്ടാമത്തെ ടൈം 2 ഇൻറ്റു ഈ എക്സ് ഇൻറ്റു ഈ 1/x, അത്രേ ഉള്ളൂ. അപ്പൊ രണ്ടാമത്തെ ടൈം എന്താണ്? 2yab 2x 1/x 2x 1/x ആണല്ലോ. നെക്സ്റ്റ് 1/x ഒരു ചെറിയ ബ്രാക്കറ്റ് കൊടുത്തു സ്ക്വയർ ആണ് കേട്ടോ. അവിടെ ബൈ ആണ് കേട്ടോ. ഇവിടെ ഇൻറ്റു വന്നപ്പോഴും നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തു, ബൈ വന്നാലും ബ്രാക്കറ്റ് കൊടുക്കണം. ഓക്കെ ആണല്ലോ. ഇങ്ങനെ ബൈ ആയിട്ട് കിടക്കുന്നതിന് സ്ക്വയർ വരുമ്പോൾ ബ്രാക്കറ്റ് മസ്റ്റ് ആണ്. അപ്പോൾ 1/x ഹോൾ സ്ക്വയർ. ആൻസർ എഴുതുമ്പോൾ ആദ്യത്തെ ടൈം ആര് തന്നെയാ മോനെ? എക്സ് സ്ക്വയർ. രണ്ടാമത്തെ ടൈം നോക്കിക്കേ. 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1/x ന്റെ എക്സ് അങ്ങോട്ട് വെട്ടിക്കളയണം. താഴെ മണ്ടയ്ക്ക് എക്സ് കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവനെ വെച്ചേക്കല്ലേ, തട്ടിയേക്കണം കേട്ടോ. ആൻസർ ഇടുന്നത് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1/x ന്റെ എക്സിനെ വെട്ടിപ്പോയി കഴിഞ്ഞാൽ 2 ഇൻറ്റു 1 മാത്രം. 2 ഇൻറ്റു 1 എത്ര മോനെ? 2. പിന്നെ 1/x ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1നും സ്ക്വയർ എക്സിനും സ്ക്വയർ. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാ? 1/x സ്ക്വയർ, അത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഇങ്ങനെ വേണം ഇതിനെ ചെയ്തെടുക്കാൻ. ഇപ്പൊ നിങ്ങൾക്ക് a പ്ലസ് ബി ഹോൾ സ്ക്വയറിനെ ക്ലിയർ ആയി. 2 ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പ്രയോജനമില്ല. നിങ്ങൾക്ക് ഒരേ ടൈപ്പ് തന്നെ ഒരേ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് പ്രാക്ടീസ് ആവുന്നത്, മാസ്റ്റർ ആവുന്നത്. അല്ലെങ്കിൽ 2 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഹൈ ലെവലുള്ളവർക്ക് ഓക്കെ ആവും. പക്ഷെ എല്ലാവർക്കും പഠിക്കണമെങ്കിൽ കുറെ പ്രാക്ടീസ് കിട്ടണം. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ 2 ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ തരികയാണ്. 3x പ്ലസ് 5z ഹോൾ സ്ക്വയർ ചെയ്യാൻ പറ്റത്തില്ലയോ? 3x പ്ലസ് 5z ഹോൾ സ്ക്വയർ. അടുത്തത് 2x പ്ലസ് 1/x ഹോൾ സ്ക്വയർ. ഓ തെറ്റിക്കല്ലേ? 2x പ്ലസ് 1/x ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ കുട്ടി ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത്. അടുത്ത ക്ലാസ്സുമായിട്ട് എത്തും. ഓക്കെ, അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകൾ. ഇതിനോടൊപ്പം നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ 10ാം ക്ലാസ്സിനെ നമുക്ക് പിന്നെ പവർഫുൾ സിമ്പിൾ ആക്കി ഫുൾ ചാപ്റ്റേഴ്സിനെയും മാത്സിനെ അറിഞ്ഞു പഠിക്കണം, മനസ്സിലാക്കി പഠിക്കണം. കോൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആയിട്ട് പഠിക്കണം. അല്ലാതെ കാണാതെ കുറെ പഠിച്ച് വരച്ച് കുറെ മാർക്ക് കിട്ടിയിട്ടൊന്നും പിന്നീടൊന്നും കാര്യമില്ല. അപ്പൊ വരയ്ക്കാനൊക്കെ ഉള്ളത് ഒരു ഭാഗത്ത് മാർക്ക് സ്കോർ ചെയ്യാം. പക്ഷെ നമുക്ക് വേണ്ടത് ഓൾജിബ്ര. ഇതൊക്കെയാണ് നമ്മുടെ ഓൾജിബ്ര. ഓക്കെ ആണല്ലോ. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. നമ്മുടെ എല്ലാ സപ്പോർട്ടും കിട്ടും. മാക്സിമം എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.